ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടൈമാണ്, സമയത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ സമയമൊക്കെ നോക്കുന്ന സാധനം എന്താ, വാച്ചാണ് അല്ലേ. വാച്ച് ഉപയോഗിച്ച് നമ്മൾ ടൈം കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അല്ലേ. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഈ വാച്ചൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ സാധാരണയായിട്ട് നിഴലിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഷാഡോ നോക്കിക്കൊണ്ടൊക്കെ ടൈം നോക്കിയിരുന്നേ വെച്ചു. അതിനെ സഹായിക്കുന്നൊരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ പേരാണ് നിഴൽ ഘടികാരം, സൺഡയൽ എന്ന് പറയുന്നത്. ആ സൺഡയൽ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നിഴലിനെ ആസ്പദമാക്കി ടൈം നോക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ക്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നു. ക്ലോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ നമ്മൾ ടൈം കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് നോക്കി. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ സമയം പറയുന്നത് എന്തിലൊക്കെയാണ്, മണിക്കൂറിൽ പറയും, അവറിൽ പറയാറുണ്ട്, മിനിറ്റിൽ പറയാറുണ്ട്, സെക്കൻഡിൽ പറയാറുണ്ട്. പക്ഷേ ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള അന്താരാഷ്ട്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ടൈമിന്റെ യൂണിറ്റ് കൺവേർഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ നമ്മൾ ടൈം എന്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സോഷ്യലിൽ പഠിക്കും, ജോഗ്രഫിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കും എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ടെന്നും അതിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിരിക്കണം കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂൺ മുതൽ ആഫ്റ്റർനൂൺ വരെ, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ആ ഒരു ഡ്യൂറേഷനാണ്, ദൈർഘ്യമാണ് നമ്മൾ ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. ഒരു ഡേ, അതായത് നമ്മളൊരു സോളാർ ഡേ, ഒരു സൗരദിനം എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ ഈ സോളാർ ഡേനെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 24 മണിക്കൂറുണ്ട് അല്ലേ, 24 അവേഴ്സ് ഉണ്ട് അല്ലേ. ആ 24 അവേഴ്സിനെ നമ്മൾ വീണ്ടും അതിൻ്റെ താഴെയുള്ള സമയങ്ങൾ കിട്ടാനായിട്ട് 24 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 24 തുല്യ ഭാഗങ്ങളിൽ ഈക്വൽ പാർട്സിൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ 1 അവർ എന്ന് പറയുന്നത്. ഇനി 1 അവറിലും താഴെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ 1 അവറിനെ വീണ്ടും 60 പാർട്സ് ആയിട്ട് 60 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഭാഗത്തെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി 1 മിനിറ്റിനും താഴെയുള്ള അളവുകൾ കിട്ടാനായിട്ട് ഈ 1 മിനിറ്റിനെ വീണ്ടും 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഭാഗത്തെയാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആകുന്നു. ഒരു മണിക്കൂർ, ഒരു അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആകുന്നു. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ താഴെ ഞാൻ ഇപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് കൺവേർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടൈം എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. ടൈമിന്റെ യൂണിറ്റ് കൺവേർഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സോളാർ ഡേ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സൗരദിനം ഞാൻ പറഞ്ഞു, ഒരു ഉച്ച മുതൽ അടുത്ത ഉച്ച വരെയുള്ള ആ ഒരു ദിവസത്തെയാണ് നമ്മൾ, ആ ഒരു ദിവസമല്ല, ആ ഒരു ദൈർഘ്യത്തെയാണ് നമ്മൾ ഒരു സോളാർ ഡേ, സൗരദിനം എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് മുമ്പായിട്ട് നമ്മൾ ടൈമിൻ്റെ യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം സാറേ. അപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. എത്ര മിനിറ്റാണ് നിങ്ങൾക്കറിയാം, 60 മിനിറ്റ് ആണ് അല്ലേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ എത്ര മിനിറ്റാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, 2നെ 60 കൊണ്ട് ഗുണിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവറിനെ, മണിക്കൂറിനെ മിനിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, മണിക്കൂറിനെ മിനിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 കൊണ്ട് വേണം ഗുണിക്കാൻ. ഉദാഹരണത്തിന് 2 മണിക്കൂർ എത്ര മിനിറ്റ് ആണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2നെ 60 കൊണ്ട് ഗുണിക്കും അല്ലേ. ശരിയല്ലേ, 2നെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 120 ആയിരിക്കും. 120 മിനിറ്റ് എന്ന് വരും അല്ലേ, 120 മിനിറ്റ് എന്ന് വരും. ഇനി അടുത്തത്, ഈ 2 മിനിറ്റിനെ സെക്കൻഡിലേക്ക് നിങ്ങൾക്ക് മാറ്റണം. 2 മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ മിനിറ്റിനെ സെക്കൻഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, മിനിറ്റിനെ സെക്കൻഡിലേക്കാണ് മാറ്റണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റിനെ സെക്കൻഡിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 60 കൊണ്ട് തന്നെ ഗുണിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 2 മിനിറ്റ് എത്ര സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 2നെ 60 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 120 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം, മണിക്കൂർ അവറിനെ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കണം ഒരു തവണ, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കണം ഒരു തവണ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, മണിക്കൂറിനെ നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറ്റണം, മണിക്കൂറിനെ നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറ്റണം, മണിക്കൂറിനെ നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2 തവണ വേണം നിങ്ങൾ 60 കൊണ്ട് ഗുണിക്കാം. 2 തവണ 60 കൊണ്ട് ഗുണിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റിന് പകരം എത്ര സെക്കൻഡ് ആണെന്ന് ചോദിക്കുകയാണ്. എത്ര സെക്കൻഡാണ്? ഇവിടെ ചെയ്യേണ്ട കാര്യം മണിക്കൂറിനെ
സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത്. മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 2 തവണയാണ് 60 കൊണ്ട് ഗുണിക്കാൻ. അപ്പോൾ ഒന്നിനെ 2 തവണ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും ആൻസർ? 1 × 60 × 60 60 × 60 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 36,600 സെക്കൻഡ് എന്ന് വരും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടൈമിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കിട്ടും. പഠിച്ചു വെച്ചേക്കാം. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ 1 തവണ 60 കൊണ്ട് ഗുണിക്കണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിലും 1 തവണ 60 കൊണ്ട് ഗുണിക്കണം. ഇനി അവർ മണിക്കൂറിനെയാണ് നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എത്ര തവണ 60 കൊണ്ട് ഗുണിക്കണം? 2 തവണ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്? കിട്ടും. സിമ്പിൾ അല്ലേ? മിനിറ്റിനെ സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത്. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞു 60 കൊണ്ട് വേണം ഗുണിക്കാൻ. അപ്പം 5നെ 60 കൊണ്ട് ഗുണിക്കുന്നു. ആൻസർ എന്ത് വരുന്നു? 300 സെക്കൻഡ് എന്ന് വരുന്നു. സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് വരുള്ളൂ, 2 തവണ 60 കൊണ്ട് ഗുണിക്കുന്ന കേസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ടൈമിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ടൈമിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ലെങ്ത്, നീളം, മാസ്, അതുപോലെ തന്നെ ടൈം, ഈ ഭാഗത്തുനിന്ന് യൂണിറ്റ് കൺവേർഷൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുകയും ചെയ്യാം. ഓക്കെ.